ഓവർ സ്മാർട്ടും മിടുക്കരായിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെയൊന്നും അവർ ഒറ്റ പോസ്റ്റിൽ വെക്കത്തില്ല. സാക്ഷാൽ നരേന്ദ്രമോദിയും വെക്കത്തില്ല, BJPയും വെക്കത്തില്ല. 100%. ഇപ്പോൾ കേരളമായതുകൊണ്ടാണ് നിങ്ങൾ ഈ 2 പേരുടെ പേരുകൾ കേൾക്കുന്നത്. ഇപ്പോൾ ഹരിയാനയിൽ അതിൻ്റെ കൂടെ കെംക, അയാളെപ്പറ്റി വരുന്നുണ്ട്. അതുപോലൊന്നും അല്ല ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ ഇതേപോലെ IAS IPS ഒഫീഷ്യൽസ് ഈ പറയുന്ന പോലെ സ്മാർട്ടാകാനും മിടുക്കന്മാർ തന്നെയാണ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒതുക്കി ദൂരെ കളയും. സാക്ഷാൽ മോദി പോലും ഒതുക്കി ദൂരെ കളയും. ഇത് 100%. ഇവരെ ഞാൻ ചോദ്യം ചോദിക്കും. ഞാൻ ഈ പല സിവിൽ സർവീസ് ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളൊക്കെ ഇത്രയും വർഷം സാർ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി നടത്തി കൊടുക്കുകയും, കാരണം അതിനകത്തുകൂടി ഞങ്ങളുടെ പല കാര്യങ്ങളും, അതായത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലോ ഈ മീഡിയയിലോ ഒന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നടത്തി കൊടുത്ത് 2 പേര് വന്ന് അവരാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇത് റിയാലിറ്റിയാണ്. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കാം, അതായത് സതീശൻ ഗവൺമെൻറ് നിങ്ങളുടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ പറയും സോഷ്യൽ മീഡിയയുമായിട്ടുള്ള ബന്ധം നിർത്താൻ പറയും, ഈ പറയുന്ന മീഡിയയ്ക്ക് ലീക്ക് ചെയ്യുന്ന പരിപാടി നിർത്താൻ പറയും. കാരണം അവർക്ക് താല്പര്യമുള്ളത് അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ചെയ്യുന്ന പ്രോജക്റ്റുകളും മറ്റു പല പരിപാടികളും ജനകീയമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പോകുമ്പോൾ മന്ത്രിയായിരിക്കണം താരം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കണം താരം. അവിടെ ഒരു സിവിൽ സർവീസിനെ താരമാക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. 100% സമ്മതിക്കത്തില്ല. ഞാൻ ഗ്യാരണ്ടി വെച്ച് തരാം. കാരണം അവർ എലക്റ്റഡായിട്ട് കയറി വന്നതാണ്, അവരാണ് ഭരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ ഭരിക്കുന്ന മന്ത്രിയുടെ മുകളിൽ കയറി ഭരിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓവർ സ്മാർട്ടായിട്ടുള്ള ഇതേപോലെയുള്ള മിടുക്കന്മാരാണ്. അവരെ ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കങ്ങ് വെക്കരുത്. നാരായണ സ്വാമി എന്ന് പറയുന്നത് സിവിൽ സർവീസ് റാങ്കൊക്കെ കിട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചങ്ങനാശ്ശേരിക്കാരൻ പട്ടര. എവിടെ പോയി അദ്ദേഹം? കേന്ദ്ര സർവീസിൽ പോയി. എവിടെ പോയി? നാളികേര വികസന കോർപ്പറേഷനിൽ പോയി. എന്നിട്ട് എവിടെ പോയി? ഗവൺമെൻറ് ആവശ്യപ്പെട്ടു റിസൈൻ ചെയ്ത് പോയിക്കോളാൻ. ഇവരോടും ഗ്രാജുവലായിട്ട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ റിസൈൻ ചെയ്ത് സർവീസിൽ നിന്ന് പോകാനേ പറയത്തുള്ളൂ.